48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 5 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. മെയ് 13 നടക്കുന്ന 4ാം ഘട്ടത്തിൽ 11 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ശിവസേനയിലെയും എൻസിപിയിലെയും പിളർപ്പിന് ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇന്ത്യാ സഖ്യം വലിയ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മുംബൈയിൽ നിന്ന് ഇർഷാദ് പടന്ന വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഇർഷാദ്, 4ാം ഘട്ടത്തിലും അവിടെ വോട്ടെടുപ്പുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ പലവിധ ഘടകങ്ങൾ സ്വാധീനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഇത്തവണ എന്ത് പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ അവസാനിക്കാനിരിക്കുകയാണല്ലോ. അമൃത, 48 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ളത്. രാജ്യത്തെ തന്നെ സീറ്റുകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈ 48 സീറ്റുകളിൽ 24 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3 ഘട്ടങ്ങളിലായാണ് ഈ 24 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. ഇനിയുള്ളത് 2 ഘട്ടങ്ങളാണ്. മെയ് 13-നും മെയ് 20-നുമായാണ് രണ്ട് ഘട്ടങ്ങളിലായി ഇനി ബാക്കി 24 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ 24 സീറ്റുകളിൽ മെയ് 13-ന് നടക്കുന്നത് 11 സീറ്റുകളിലേക്കാണ്. ഇതിൽ പ്രധാനമായും പൂനെ, ഔറംഗാബാദ് മേഖലയിലുള്ള മണ്ഡലങ്ങളാണ് ഈ മെയ് 13 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന മണ്ഡലങ്ങൾ വരിക. നന്ദൂർ, ജാൽഗോൺ, റാവ, ജൈന, ഔറംഗാബാദ്, അഹമ്മദ് നഗർ, പൂനെ തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വരിക. മെയ് 20-നാണ് മഹാരാഷ്ട്രയിലെ അവസാന ഘട്ടത്തിലാണ് ബാക്കി മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ, മുംബൈ നഗരപ്രദേശങ്ങളിൽ മുംബൈയിലെ 6 സീറ്റുകൾ, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള കല്യാൺ, താനെ തുടങ്ങിയ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ മെയ് 20-നാണ് നടക്കുക. എന്തായാലും പ്രചരണം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം പകുതി ഘട്ടവും കഴിഞ്ഞു. ഇനി പകുതി ഘട്ടമാണ് ബാക്കി വരിക. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്ര സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി നമുക്കറിയാം വിവിധ രാഷ്ട്രീയ നാടകങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഭരിച്ചിരുന്ന പാർട്ടികൾ പലതും വിഭജിച്ചു പോകുന്നു. 2 മുന്നണികളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് എൻസിപിയും ശിവസേനയും 2 ഭാഗങ്ങളിലായി വിഭജിച്ചു പോവുകയും മഹാവികാസ് അഗാഡി സഖ്യത്തോടൊപ്പം കോൺഗ്രസിനൊപ്പം ഒരു വിഭാഗവും അതോടൊപ്പം NDAയിൽ മറ്റ് വിഭാഗവും പോകുന്ന കാഴ്ചകളൊക്കെയും നമ്മൾ കണ്ടു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 പാർട്ടികളും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയുടെ അസ്തിത്വം പേറുന്ന പാർട്ടികളാണ്. ആർക്കാണ് ജനങ്ങൾ അംഗീകാരം കൊടുക്കുക എന്നത് സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഈ 2 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. പ്രത്യേകിച്ച് 6 മാസത്തിന് ശേഷം ഇനി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ സീറ്റ് നിർണ്ണയത്തിലും ഒക്കെ. ഏതായാലും ഈ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ആണ് മുഖ്യ കക്ഷിയെങ്കിലും ഈ 48-ൽ 17 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് 17 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 21 മണ്ഡലങ്ങളിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവും മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10 സീറ്റിലാണ് NCP മത്സരിക്കുന്നത്. NDAയിൽ 28 സീറ്റുകളിൽ BJP മത്സരിക്കുമ്പോൾ 5 സീറ്റിലാണ് ശരത് പവാറിന്റെ വിഭാഗം മത്സരിക്കുന്നത്. ബാക്കി സീറ്റുകളിലൊക്കെ ഷിൻഡെ വിഭാഗവും മത്സരിക്കുന്നു. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനായി എന്നതും വളരെയേറെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ശിവസേന ഇത്രയും സീറ്റുകൾ 2 സീറ്റുകൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ NDAയിൽ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്ന രീതിയിലാണ്. 48 സീറ്റുകൾ സംസ്ഥാനത്തെ രാഷ്ട്രീയം മാത്രമല്ല, പ്രത്യേകിച്ച് ദേശീയ തലത്തിലും ഭരണം ലഭിക്കേണ്ട പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ 48 സീറ്റുകളും വളരെ നിർണായകമാണ്. അമൃത.